السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. മാന്യ ശ്രോതാക്കളെ, ക്യാൻസറുകളെപ്പറ്റി വളരെ ചുരുക്കി ക്ലാസ് എടുത്ത് അതിനെപ്പറ്റി വിശദമായി പറയുകയാണെങ്കിൽ ഒരു മാസമോ അധികമോ പറഞ്ഞാലും അത് തീരൂല. അത്രയും വലിയൊരു ടോപ്പിക്കാണ്. ഈ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ യൂണിവേഴ്സിറ്റികളിൽ ശാസ്ത്രജ്ഞന്മാർ കൂടുതൽ ഗവേഷണം ചെയ്യുന്ന ഒരു വിഷയമാണത്. ഇന്ന് ഞാൻ ഒരു പ്രത്യേക ക്ലാസ്സാണ് എടുക്കാൻ പോകുന്നത്. ഒരു പ്രത്യേക പച്ചക്കറിയെ പറ്റിയാണ്. അത് നമ്മുടെ വീട്ടിൻ്റെ അകത്ത് ഏകദേശം കാണപ്പെടുന്ന ഒരു പച്ചക്കറിയെ പറ്റിയാണ്. പക്ഷേ അതിൽ ഒരുപാട് ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ചുരുക്കത്തിൽ അത് നമ്മുടെ മുരിങ്ങ ഇല, മുരിങ്ങയുടെ തോട്, അതിൻ്റെ പൂക്കൾ, പുഷ്പങ്ങൾ, അതിൻ്റെ വിത്ത്, ഇതിനൊക്കെ ഔഷധ ഗുണങ്ങളുണ്ട്. ഇതിനെപ്പറ്റി പഴയ കാലത്ത് 4000 കൊല്ലം മുമ്പ് നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ വളരെ വിദഗ്ധനായ ഡോക്ടർ ചരകൻ, ഈ അദ്ദേഹത്തിൻ്റെ ചരക സംഹിതയിൽ, അന്നത്തെ എൻസൈക്ലോപീഡിയ ആയിരുന്നു, അതിൽ ഇതിനെപ്പറ്റി നന്നായിട്ട് എഴുതിയിട്ടുണ്ട് പോലും. അദ്ദേഹം 700 മരത്തെപ്പറ്റി അതിൽ എഴുതിയിട്ടുണ്ട്, അതിൽ ഇതിനെപ്പറ്റിയും എഴുതിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. അതേപോലെ തന്നെ ലോകത്തിൽ അറിയപ്പെടുന്ന ഇബ്നു സീന എന്ന് പറയുന്ന വളരെ എക്സ്പെർട്ടായ ഡോക്ടർ, അദ്ദേഹവും ഇതിൻ്റെ ഔഷധഫലങ്ങളെപ്പറ്റി, മുരിങ്ങയുടെ ഔഷധഫലങ്ങളെപ്പറ്റി നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു ഏറ്റവും വലിയ പഴയകാലത്തുള്ള ഡോക്ടറായ ഡോക്ടർ ദാവൂദുൽ അന്താക്കിയും അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ഗ്രന്ഥം തദ്കിറയിലും ഇതിൻ്റെ ഔഷധ ഫലങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തും ചുറ്റുഭാഗത്തും തൊട്ടടുത്തുള്ള കാടുകളിലുമായിട്ട് ഒരുപാട് കണക്കില്ലാത്ത ഔഷധങ്ങൾ, വളരെ നാച്ചുറലായ ഔഷധങ്ങൾ ഉണ്ട് എങ്കിലും അതിനെപ്പറ്റി നാം തേടിപ്പോകുകയോ അതിനെപ്പറ്റി പഠിക്കുകയോ ചെയ്യാത്തതിൽ നമുക്ക് ഖേദമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നാം കൂടുതലും നല്ല വില പിടിപ്പുള്ള ഔഷധങ്ങളെയാണ് തേടിപ്പോകുന്നത്. പോകണ്ട എന്ന് ഞാൻ പറയുന്നതല്ല. എങ്കിലും വളരെ നാച്ചുറലായ, വളരെ ഉപകാരപ്രദമായ ഔഷധഫലങ്ങളുള്ള മെഡിസിനുകൾ നമ്മുടെ ചുറ്റുഭാഗത്ത് ഉണ്ട്. പക്ഷേ അതിനെപ്പറ്റി അറിയുന്നില്ല. ഫുഡ് സയൻസ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇതിനെപ്പറ്റി, ഈ മുരിങ്ങയെപ്പറ്റി, അതിൻ്റെ ഇല, അത് സംബന്ധമായ തോട്, എല്ലാ കാര്യങ്ങളെപ്പറ്റി വളരെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനെന്തെല്ലാം ഔഷധ ഫലങ്ങളുണ്ട് എന്ന്. നമുക്ക് ഇപ്പോൾ ഈ കോവിഡിൻ്റെ കാലത്ത് കൂടുതൽ നിർദ്ദേശിച്ചിരുന്നത് സിട്രസ് ഫ്രൂട്ട്, അതായത് ഓറഞ്ച് പോലെയുള്ളവ കഴിക്കണം. അതിൽ വിറ്റാമിൻ സി ഉണ്ട്. അത് നമ്മുടെ രോഗപ്രതിരോധ ശക്തിയെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ, അതിന് ശക്തി നൽകാൻ വളരെ നല്ലതാണ് എന്നാണ്. അതിനേക്കാൾ 7 ഇരട്ടി അധികം വിറ്റാമിൻ സി ഈ മുരിങ്ങയിലുണ്ട്. അതേപോലെ തന്നെ വിറ്റാമിൻ എ, അതിന് വലിയ ഔഷധ ഫലങ്ങളുണ്ട്. ആ വിറ്റാമിൻ എ 10 ഇരട്ടി കൂടുതലാണ്, ക്യാരറ്റിൽ ഉള്ളതിൽ 10 ഇരട്ടി കൂടുതലാണ് മുരിങ്ങയിൽ വിറ്റാമിൻ എ ഉള്ളത്. ക്യാരറ്റ് വളരെ നല്ല ഒരു സാധനമാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ നാം ഏവരും ഇഷ്ടപ്പെടുന്ന പാല്,
ഈ പാലിനെ പറ്റി പണ്ട് കാലത്ത് 4 or 5 ഞാൻ ക്ലാസ് എടുത്തിരുന്നു. ഈ പാലിന് വലിയ ഔഷധ ഫലങ്ങൾ ഉണ്ട്. പക്ഷെ അതിനെ കുടിക്കേണ്ട രൂപങ്ങൾ അതിനെപ്പറ്റി അറിയണം. അതിന് ഈ പാലിനേക്കാൾ 17 ഇരട്ടി കാൽസ്യം ഈ മുരിങ്ങയിൽ ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന തൈര്, ഈ തൈരിനേക്കാൾ 9 ഇരട്ടി ഈ തൈരിനേക്കാൾ ഇതിൽ ആ പ്രോട്ടീന് നമ്മുടെ ഈ മുരിങ്ങയിൽ ഉണ്ട് 9 ഇരട്ടി. അതേപോലെ തന്നെ ബനാന, വാഴപ്പഴം, അതിലുള്ളതിനേക്കാൾ 15 ഇരട്ടി പൊട്ടാസ്യം ഇതിലുണ്ട്. ഇതൊക്കെ റീസർച്ചുകളാണ് ഈ പറയുന്നത്. അതേപോലെ തന്നെ പാലക്ക്, സ്പിനാച്ച് എന്ന് പറയുന്ന ഈ പാലക്ക്, അത് ക്യാൻസറുകളെ തടുക്കാൻ വളരെ നല്ലതാണ്. പാലക്കിനെ പറ്റി എല്ലാവരും അറിയുന്നുണ്ട്. അത് ഒരു ജാതി ഇലയാണ്. അത് പക്ഷേ മൂത്ര സംബന്ധമായ, മൂത്രത്തിൽ കല്ലുള്ളവർക്ക് അത് അത്ര നന്നല്ല എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്രയും നല്ല പാലക്കിനേക്കാൾ 25 ഇരട്ടി, 25 മടങ്ങ് അയണിൻ്റെ അംശം, ഇരുമ്പിൻ്റെ സത്ത അതിലുണ്ട് എന്ന് പറയുന്നു. അതുപോലെ തന്നെ അതിലൊരുപാട് മിനറൽസുകളുണ്ട്, ഒരുപാട് വിറ്റാമിൻസുകളുണ്ട്, ഫൈറ്റോ കെമിക്കൽസുകളുണ്ട്. അതിലൊരുപാട് ഔഷധ ഫലങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇത്രയും നല്ലവര് ഈ വസ്തുവിനെയാണ് നാം അറിയാതെ പോകുന്നത്. എപ്പോഴെങ്കിലും ഒന്ന് കഴിച്ചാലായി എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ രാജ്യങ്ങളിലും ഇത് കാണപ്പെടുന്നുണ്ട്. ഈ മുരിങ്ങ മരം, മുരിങ്ങ തോട്, മുരിങ്ങയില എല്ലായിടത്തും കാണപ്പെടുന്നുണ്ട്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, രോഗപ്രതിരോധ ശക്തി, രോഗനിരോധക ശക്തി, ഇത് വളരെ വലുതാണ്. ഒരു വലിയ റീസർച്ചർ, പണ്ഡിതൻ, ദ മിറക്കിൾ ഓഫ് ദ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഗ്രന്ഥം തന്നെ എഴുതിയിട്ടുണ്ട്. അത് വളരെ വലുതാണ്. രോഗപ്രതിരോധ ശക്തി, ഈ രോഗപ്രതിരോധ ശക്തിയെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ, അതിന് ശക്തി നൽകാൻ വളരെ നല്ലതാണ് ഈ മുരിങ്ങ. ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ആനിമൽ സയൻസ് എന്ന് പറയുന്ന വലിയൊരു കോൺഫറൻസിൽ ഇതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ ഇതിനെപ്പറ്റി, മുരിങ്ങയെപ്പറ്റി അവതരിപ്പിച്ച ഒരു വലിയ പ്രബന്ധത്തിൽ അവതരിപ്പിച്ച വ്യക്തി നീരജ് പ്രഭാകർ ബോഗ എന്ന് പറയുന്ന ഒരു മഹൽ വ്യക്തിയായിരുന്നു. അദ്ദേഹം ഇതിനെപ്പറ്റി ധാരാളം പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ മുരിങ്ങയിൽ 90-ലേറെ പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ വ്യത്യസ്തമായ 40 ആൻറ്റി ഓക്സിഡൻറ്റുകൾ, അത് വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിന്, അതും അടങ്ങിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. അത് മാൽന്യൂട്രീഷൻസ്, ഈ പോഷകമില്ലായ്മ കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് പലജാതി രോഗങ്ങൾ പിടിക്കപ്പെടുന്നു. അതുപോലെ തന്നെ വലിയവർക്കും. അതിനെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ, അതായത് ആ രോഗങ്ങളെ തടയാൻ വളരെ നല്ലതാണ്. രക്തക്കുറവുണ്ട്, അനീമിയ, അതിനെ തടയാനും വളരെ നല്ലതാണ്. എന്ന് പറഞ്ഞാൽ ആ വേണ്ടുന്ന ന്യൂട്രീഷൻസുകൾ, പോഷകങ്ങൾ നൽകുന്ന രക്തമുണ്ടാക്കാൻ വേണ്ടി അത് പ്രയത്നിക്കുന്നു എന്നാണ് അർത്ഥം. ക്ഷയരോഗത്തിനും വളരെ നല്ലതാണ്, ആസ്തമക്കും നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ കോൾഡുകൾ, അതിനും നല്ലതാണ്. ജലദോഷങ്ങൾ, ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്ന നമ്മുടെ 2 കഴുത്തിൻ്റെ ഭാഗത്ത് വരുന്ന രോഗങ്ങൾക്കും വളരെ നല്ലതാണ്.
എന്നിട്ട് അവസാനം അവർ പറഞ്ഞിട്ടുണ്ട്, ഈ കൺസെപ്ഷൻ ഓഫ് മുരിങ്ങ ലീവ് ഈസ് ക്ലെയിം ടു ക്യൂർ അബൌട്ട് 300 ailments ഓഫ് ഹ്യൂമൻ ബീയിങ് എന്നാണ് പറഞ്ഞത്. മുരിങ്ങ ഇല അത് സംബന്ധമായ തോടുകളെല്ലാം ഏകദേശം അതിൻ്റെ അത്ര തന്നെ ഔഷധഫലം ഉള്ളതാണ്. എങ്കിലും മുരിങ്ങ ഇല അത് ഏകദേശം 300ഓളം വ്യത്യസ്ത രോഗങ്ങൾക്ക് ശമനം ഉള്ളതാണ് എന്ന് മനുഷ്യർക്ക് പിടിപ്പെടുന്ന 300ഓളം രോഗങ്ങൾക്ക് ശമനമുള്ളതാണ് മുരിങ്ങയില എന്നും അവർ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ പറയുകയാണെങ്കിൽ കൂടുതൽ പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് ചിലപ്പോൾ നാളെയും ഇതിനെപ്പറ്റി പറയും. നിങ്ങൾ ഇത്തരം ക്ലാസ്സുകൾ കേൾക്കണം, എന്നിട്ട് നിങ്ങൾ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും നിങ്ങൾ ചെയ്യണം, എന്നിട്ട് നിങ്ങൾ വിജ്ഞാനങ്ങൾ ഉണ്ടാക്കണം. നമുക്ക് ഇവിടെ ജീവിക്കാൻ, സുഖകരമായി ജീവിക്കാൻ വേണ്ടത് നമുക്ക് ഇത്തരം കാര്യങ്ങൾ പഠിച്ച് നന്നായിട്ട് അതിനെ മനസ്സിലാക്കി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് ഈ കൂടുതൽ മെഡിസിനുകൾ കൂടുതൽ കഴിക്കാതെ നല്ല സുഖമായി ജീവിക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ നന്നായി കേൾക്കുകയും ഇതിനെപ്പറ്റി പഠിക്കുകയും ചെയ്യണം. അല്ലാഹു തആല നല്ലത് പറയുവാനും നല്ലത് മാത്രം ചെയ്യുവാനും നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഈ ലോകത്തുള്ള ജനതക്ക് മുഴുവനും അല്ലാഹു തആല ശാന്തി നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.